നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ? അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരെ ആ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേല ഇങ്ങനെ പറഞ്ഞു. അല്ല നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയില്ലാത്ത ജോലിയല്ലേ, മതിയായി കാണാം. ശരിയാ. അല്ല യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? മാറ്റി അവന്റെ തുണി എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ട് ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു, നീ എന്തിനാ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. എന്താണ് നിന്റെ അതേ നിലവിളി, അന്ന് വെടിവെച്ച് വേണ്ട അതേ നിലവിളി. താണ്ടേ ഇവരാ നമ്മുടെ വാഴകൾ പിഴുതു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനിങ്ങോട്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഉറവന്മാരെ സിമെന്റ് അടച്ച് ഇപ്പതേ വാഴയും പിഴുതും. പൊന്നെ പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടിക്കൊടുക്കറങ്ങ, ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവ? ഉറവ അങ്ങ இருக்குங்க. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ? അതൊക്കെ വന്നിട്ട് പറയിച്ചായ. വാ പറഞ്ഞ ഞുണ്ടിക്കാല. നീ ഇതിൽ എങ്ങനെ ഇറങ്ങി? കിട്ടിയ വരക്കൂടാതെ വരും. വരക്കൂടാതെ വരക്കൂടാതെ എന്നാ ചതിയകുമാരി ചെയ്തു? ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ഓടി വേഗം വാടാ. വെള്ളമല്ല, ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. നോക്കടാ. വലിയത് താങ്ക മുടിയലേ. പഴനിസ്വാമി അല്ലേ അത്? അല്ലല്ല, പളനിസ്വാമി ഇല്ല, വേറെ ആള്. വേറെ ആളല്ലല്ലോ, ഇത് പഴനിസ്വാമി തന്നെ. നീയാ? ഞാൻ നനച്ച നീ വേറെ ആളെന്ന്. അയ്യോ, ഇതെന്നാ പറ്റി? വല്ലയിടത്ത് ഉരുണ്ട് വീണോ? ഉരുണ്ട് വീണ് വീണ്. എങ്ങനെ എങ്ങനെ? പോകുമ്പോതേ പശുവില്ല, പശു കാള എതിരെ വന്നത്. அது ஒரே ஷவுட், அப்படியே கீழே விழுந்தது. வரட்டுமா? அம்மா. ஏது காளையா சவுட்டியது? அவளுக்கு எப்படி தெரியும்? பசுமாடு நெற்றி மேல என்ன பேர் எழுதி ஒட்டி வச்சிருக்கா. ஆരുടെ പശുമാടാണെന്നാ ചോദിച്ചത്. ആരുടെ പശുമാടാടാ? ഉനക്ക് എന്നാ? ആളെ വിടമ്മാ. അമ്മാ. ஆமா, ஒரு விஷயம் கேட்கட்டுமா? என்னதா? எனக்கு ஒண்ணுமே தெரியாது. ஆனா இந்த ஊரிலே எல்லாரும் சொல்லுന്നു. அது சரியா இல்லையான்னு உனக்கு தெரியும். நான் நம்பல, ஆனா மத்தவங்க எல்லாம் சொல்லுന്നു. ரெண்டு பேருக்கும் சேர்ந்து ஒரு பொண்டாட்டியா? என்ன? சாண்டி மைக்கேல் அண்ணன் தம்பி தானே? அந்த பூச்சக்கண்ணி இல்லையா மேரி,
அவளு வந்து தண்டாளுக்கும் பாலியா அந்த வேலை பண்ற இடத்திலே சாண்டியும் மேரியும் என்னென்னமோ தப்பு செய்யணும் யாரோ கண்டு எதுக்கு இந்த மாதிரி அயோக்கிய பசங்களுக்கு வீடு வாடகை கொடுக்கணும் இடத்தை காலி பண்ண சொல்லு போகாமற இல்லைன்னா கெட்ட பயில் உனக்கும் வந்துடும் வரட்டுமா நல்ல வலி இருக்கா மாமா? என்னமோ இருந்தாலும் நான் உனக்கு மாமா தானே காட்டி கொடுக்கலாமா என்ன இந்த கதி ஆக்கிட்டியே பாரு நீ நல்லா பாரு அந்த அயோக்கிய பசங்க என்னை கஜா முஜா அடிச்சாச்சு மன்னிச்சிடுங்க மாமா. உண்மையை சொல்லலைன்னா அந்த சாண்டி சண்டாளன் என்ன உயிரோட விட மாட்டேன்னு சொன்னேன். வெடிகுண்டு பட்ட இடம் பார்த்து பார்த்து ஒதுச்சாச்சு மாமா. ஆனா கூட நீ உண்மையை சொல்லி இருக்க கூடாது. இனிமே சொல்லிட்டு என்ன பிரயோஜனம்? நடக்க வேண்டியது நடந்தாச்சு. நானும் தப்பு பண்ணிட்டேன். நீ வெடிகுண்டு பட்டு பெடாப்பாடுபடும் போது உன்னை நாயா அலைய விட்டேனே. அதுக்கு கடவுள் கொடுத்த தண்டனை இது. மன்னிச்சிடுறா. அப்படி சொல்லாதுங்க மாமா. உங்களுக்காக நான் உயிரை கொடுப்பேன். நீங்க தான் மன்னிக்கணும். சரி சரி நம்ம விதி. இனிமே இந்த மாதிரி தப்பொன்னும் பண்ணக்கூடாது. சரி மாமா. ஆனா அந்த சாண்டியை நாம் சும்மா விட மாட்டேன். அவரை வேரோட அழிக்கல. நான் பழனிசாமி கவுண்டர் கிடையாது. அவங்கள ஒண்ணும் பண்ண முடியாது மாமா. வாய மூடுறாயே. നീ ഇവിടെ വന്ന് കിടക്കുവന്നോ? എടാ വെയിൽ വാങ്ങി പണിക്ക് പോകണ്ടായോ? മേലെ ആസകലൊരു വേദന. ഇച്ചിരി കുഴമ്പിട്ടൊന്ന് കുടിക്കണം. ഉച്ചയാകുമ്പോ ഞാൻ എത്തിയേക്കാം. അത് മതി അത് മതി. മേല് വേദന ഒന്നും വെച്ചോണ്ടിരിക്കണ്ട. എടി മേരിയേ, എന്നതാ ചായ? താണ്ട ഇവന് നല്ല സുഖമില്ലെന്ന്. നീ വേഗം റെഡിയാ, നമുക്കങ്ങ് പോവാം. വാ. എന്തുവാ അസുഖം? അത് മേല് ഭയങ്കര വേദന. അതോ വേറെ വല്ല പരിപാടി ഇട്ടിട്ടുണ്ടോ? ആ ഇതാ കുഴപ്പം. നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ സംശയിക്കുമ്പോഴാ എനിക്ക് ചീട്ട് കളിക്കാനും കള്ളുടിക്കാനൊക്കെ തോന്നുന്നേ. അല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല അല്ലയോ? ഞാൻ ഇനി സംശയിക്കുന്നില്ല. എന്നാലെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമല്ലോ.